examiner family. എൻ്റെ മക്കൾ എല്ലാവരും +1 എക്സാംസ് ഒക്കെ ഫുൾ ഓൺ കോൺഫിഡൻസിൽ എഴുതി അല്ലെ നമ്മൾ +1 കടക്കുകയാണ്. അപ്പൊ +1 കടക്കുന്നതിന് മുമ്പ് എൻ്റെ മക്കൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവില്ലേ? +1 അപേക്ഷിച്ച് നോക്കുമ്പോൾ +2 എത്രത്തോളം ടഫാണ് മിസ്സേ? അതോ +1 പോലെ തന്നെയാണോ +2? അതോ +1 ഈസി ആണോ +2 എന്നൊക്കെ എൻ്റെ മക്കൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അപ്പൊ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമാണ് എൻ്റെ മക്കളോട് പറയാനുള്ളത്, ഒരിക്കലും +1 ഈസി അല്ല +2 അല്ലെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ +2 വരുമ്പോൾ നമുക്ക് കുറച്ച് ഹെക്ടിക് ആയിട്ടുള്ള സ്കെഡ്യൂൾ തന്നെയാണ് ആവാൻ പോകുന്നത്. കുറച്ചുകൂടെ കൂടുതൽ, അതായത് +1 കൂടുതൽ നമുക്ക് ടോപ്പിക്സും കാര്യങ്ങളും ഒക്കെ പഠിക്കാനുണ്ട്. അതിൽ ലാബ് അല്ലെ, നമ്മുടെ ലാബ് എക്സാംസ് വരും. ഇപ്പോൾ മാത്സ് ആവട്ടെ, അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി അല്ലെ, ഇതിൻ്റെയൊക്കെ ലാബ് എക്സാമുകൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ലാബിന് വേണ്ടി റെക്കോർഡ്സ് എഴുതേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സിലബസും നമ്മുടെ +1 കൂടുതലാണ്. ഇപ്പോൾ ഫിസിക്സ് ഒക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, ഫിസിക്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ +1 ഒരുപാട് കൂടുതൽ ഡെറിവേഷൻസ് ഒക്കെ നമുക്ക് പഠിക്കാൻ +2 വരും. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഒരിക്കലും മിസ് പറയില്ല. എന്താണ് കാരണം? +2 പഠിച്ചിട്ടുള്ള ഒരുപാട് നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ട്, ഫുൾ മാർക്ക് വാങ്ങിച്ച സീനിയേഴ്സ് ഉണ്ട്. അപ്പൊ ഫുൾ മാർക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടൊന്നും മിസ് പറയില്ല. പക്ഷേ എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് +2 ഒരു ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുക എന്നുള്ള കാര്യം എൻ്റെ മക്കൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഡൗട്ട് എന്ന് പറയുന്നത്, ഞാൻ എന്ത് നോക്കിയാണ് പഠിക്കേണ്ടത് അല്ലെ? +2 എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് നോക്കി പഠിച്ചാലാണ് മിസ്സേ എനിക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ +2 എക്സാംസ് അല്ലെ, ഫൈനൽ എക്സാംസ് എന്ന് പറയുന്നത് നമ്മുടെ NCERT ഓറിയന്റഡ് ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരിക. അതായത് നമ്മളുടെ അല്ലെ ഓരോരുത്തരുടെ ഖുറാൻ, ഭഗവത്ഗീത, അതുപോലെ തന്നെ ബൈബിൾ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ +2 മക്കളുടെ അല്ലെ ബുക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ആരെന്നെയാണ്? നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്സ് ആണ്. NCERT ടെക്സ്റ്റ് ബുക്കിന്റെ പുറത്തു നിന്നും ഓരോ ക്വസ്റ്റ്യൻസും വരില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു വർഷം ഒരുപാട് അല്ലെ ചേഞ്ചസ് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ഡിലീറ്റഡ് പോർഷൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഒന്ന് മാറി മറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവേ ഉള്ളത് എന്താണ്? നമ്മുടെ സീനിയേഴ്സിന്റെ +1 +2 ടെക്സ്റ്റ് ബുക്സ് നമ്മൾ വാങ്ങിച്ച് പഠിക്കുകയാണ് ചെയ്യുക. അപ്പൊ ഈ ഒരു വർഷം നമുക്ക് അത് പറ്റില്ല. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സീനിയേഴ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കരുത്. നിങ്ങൾക്ക് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് NCERTയുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതൊന്നുമില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളൊരു ബുക്കാക്കി മാറ്റാം, ഇല്ലെങ്കിൽ പുതിയ ബുക്സ് തന്നെ വാങ്ങിക്കാൻ വേണ്ടി നോക്കുക. ഒരിക്കലും നിങ്ങളുടെ സീനിയേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യരുത്? ആ പഴയ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ച് പഠിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ NCERT ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ ഒരുപാട് പേർക്ക് അറിയാം, നമ്മുടെ NCERT ടെക്സ്റ്റ് അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പൊ അത് ഫുള്ള് വായിച്ച് പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ വായിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പല കോൺസെപ്റ്റും നമുക്ക് മനസ്സിലാവാതെ വരും. അപ്പൊ അതിന്റെ സിംപ്ലർ ആയിട്ടുള്ള നോട്ട്സ് കിട്ടുന്ന നമ്മുടെ ഗൈഡുകൾ ഉണ്ടാവും. ഇപ്പൊ എക്സാമിനറിന്റെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, +2 ഒരുപാട് ഗൈഡുകൾ ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? അറിയാത്ത ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ അത് നോക്കി വായിച്ച് പഠിക്കുക. അതുപോലെ തന്നെ ബിഗിനിങ് തൊട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഒരിക്കലും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാതെ നമുക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് മിസ്. എന്തായാലും നമ്മൾ നോട്ട്സ് എഴുതി പഠിക്കുക. ഇപ്പൊ +1 അല്ലെ, നമ്മുടെ ഫിസിക്സും മാത്സ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോബ്ലംസും ഡെറിവേഷൻസും ആണ് മക്കളെ. ഇതൊക്കെ എഴുതി വെറുതെ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം ഫസ്റ്റ് തൊട്ട് തന്നെ ഫ്രം ദ ബിഗിനിങ് നിങ്ങൾ ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കുക. ഇപ്പൊ ഫിസിക്സിനാണെങ്കിൽ ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കുക. ഓരോ ചാപ്റ്റേഴ്സിന്റെയും നിങ്ങളുടേതായിട്ടുള്ള നോട്ട്സ് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്കൊരു ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റൂ. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഓരോ മാരത്തോണുകൾ ചെയ്യുമ്പോൾ +1 നമ്മൾ മാരത്തോൺ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്താണ് ചെയ്യാറ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചോദിക്കുക. കാരണം എന്താ? ആ മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരിക. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എന്തായാലും ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവിങ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് +2 നിന്ന് ഫുൾ മാർക്കിലേക്ക് വാങ്ങിക്കാൻ. അപ്പൊ എല്ലാവർക്കും ഡൗട്ടാണ്, ഇതെല്ലാം എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ അല്ലെ? +2 നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം അല്ലെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം, അതുപോലെ തന്നെ NCERT ബുക്ക് വായിക്കണം, ഗൈഡ് വായിക്കണം. ഇതെല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് നടക്കുമോ മിസ്സേ? എനിക്ക് കോച്ചിങ്ങിന് പോകേണ്ടി വരുമോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും അല്ലെ. കോച്ചിങ് ശരിക്കും ആവശ്യമാണോ മിസ്? ഒരിക്കലും എന്തായാലും നിങ്ങൾ കോച്ചിങ്ങിന് പോയേ പറ്റൂ എന്നൊന്നും ഒരിക്കലും മിസ് പറയില്ല. ഒരുപാട് പേര് വീട്ടിലിരുന്നു കൊണ്ട് പഠിച്ചിട്ട് തന്നെ ഫുൾ മാർക്കിലേക്ക് എത്തിയവരുണ്ട്. അത് ഓരോരുത്തരുടെ കാലിബർ അനുസരിച്ചിട്ടാണ്. നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പറ്റുമോ?
അതോ കോച്ചിങ്ങിന് പോയാലാണോ നമുക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതൊക്കെ ഓരോ സ്റ്റുഡൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അപ്പൊ മിസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു, ഞാനൊരു ട്യൂഷൻ സെന്ററിൽ പോയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കത് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. മിസ് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ യൂട്യൂബുകളും അതുപോലെ തന്നെ ഓൺലൈൻ കോച്ചിങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല, മിസ്സിന് പോയിട്ട് തന്നെ പഠിക്കേണ്ടി വന്നിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അടുത്തുള്ള ട്യൂഷൻ സെന്ററുകളിൽ പോയിട്ട് പഠിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം. ഇനി അല്ല വീട്ടിൽ നിന്നൊന്നും പുറത്തു പോകാൻ വയ്യ, എനിക്ക് ഓൺലൈൻ കോച്ചിങ്ങുകളോട് താല്പര്യം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യാം. എന്തുകൊണ്ടാണ് കോച്ചിങ് എടുക്കുന്നത് വളരെ നല്ലതാവുന്നതെന്ന് മിസ് ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് നോട്ട്സ് ഉണ്ടാക്കണം അല്ലെ, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യണം. ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് വളരെ സമയനഷ്ടമാണ്. ഇപ്പൊ നമ്മുടെ ഉയരെ ബാച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്, സിംപ്ലർ ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ നോട്ട്സ് എഴുതേണ്ട ആവശ്യമില്ല, PDF തന്നെ കിട്ടും, അത് നോക്കി പഠിക്കുക. ഡെറിവേഷൻസ് ഒക്കെ ഒന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ പ്രത്യേകം നിങ്ങൾ വായിച്ചുകൊണ്ട് എന്തെഴുതേണ്ട ആവശ്യമില്ല, നോട്ട്സ് എഴുതേണ്ട കാര്യമില്ല അല്ലെ. അത് വളരെ സമയലാഭം അല്ലേ. അപ്പൊ പഠിക്കാൻ നമുക്ക് കൂടുതലായിട്ടുള്ള സമയം കിട്ടും ആണല്ലോ മക്കളെ. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 10 വർഷം അല്ലെ 10 വർഷം മുൻപ് വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ്ലി സോൾവ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് നമ്മുടെ ബാച്ചിൽ തരുന്നുണ്ട്. അപ്പോൾ ബാച്ചിൽ തരുന്നുണ്ട്, അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ആ വീഡിയോ തന്നെ കിട്ടുന്നുണ്ട് അല്ലെ, സോൾവ് ചെയ്തിട്ടുള്ള വീഡിയോ തന്നെയാണ് നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ എന്ത് എളുപ്പമാണ്. അതുപോലെ തന്നെ അതിന്റെ PDF നോട്ടുകളും കിട്ടുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണണ്ട, എനിക്ക് നോട്ട്സിന്റെ PDF മാത്രം മതി എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ സമയം ലാഭിച്ചുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം സമയം നമ്മൾ എത്ര കുറയ്ക്കുന്നു അതിനനുസരിച്ച് നമുക്ക് പഠിക്കാനുള്ള സമയം കൂടും, ഫുൾ മാർക്കിലേക്ക് എത്താൻ വളരെ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കോച്ചിങ് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് തന്നെ പറയും. പക്ഷെ ഒറ്റയ്ക്ക് പഠിച്ചാലും ഫുൾ മാർക്കിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ ഉയരെ ബാച്ചിലെ എൻ്റെ മക്കൾക്ക് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ +2ന്റെ നിങ്ങളുടെ ബാച്ചാണ് ഉയരെ ബാച്ച് എന്ന് പറയുന്നത്. ഉയരെ ബാച്ചിന്റെ ഫീച്ചേഴ്സ് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 4000 rupees ആണ് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിട്ടുള്ളത്? നമ്മുടെ ഫുൾ സിലബസ്, അതായത് 2023-24 നമ്മുടെ +2ലെ കംപ്ലീറ്റ് സിലബസിന്റെ റെക്കോർഡഡ് ആൻഡ് ലൈവ് സെഷൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. പ്രീവിയസ് ഇയർ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ഒരു 10 തൊട്ട് 12 വർഷം മുന്നേ വരെയുള്ള കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്റ്റിന്റെയും സോൾവ് ചെയ്തിട്ടുള്ള വീഡിയോസ്, ടെസ്റ്റ് സൊല്യൂഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇതുണ്ടാവും, ഈസി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ റിവിഷൻ അല്ലെ, മെന്റി റിവിഷൻസ് വിത്ത് ക്യാഷ് പ്രൈസ് ആണ് നിങ്ങൾക്ക് എന്തുണ്ടാവുക അല്ലെ. ഒരു മോട്ടിവേഷൻ ആയിട്ട് ഒരു പോക്കറ്റ് മണിയൊക്കെ കിട്ടുന്നത് വളരെ നല്ലതല്ലേ. അപ്പോൾ മെന്റി റിവിഷൻസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് തന്നെ പ്രൈസസ് നേടാനുള്ള അവസരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗൈഡ് അല്ലെ, NCERT വായിക്കുന്നതിന് പകരം നമുക്ക് ഗൈഡ് വായിക്കാൻ വേണ്ടി നമ്മുടെ എക്സാമിനറിന്റെ ഫുൾ ബുക്ക് സെറ്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എൻ്റെ മക്കൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇതിനെല്ലാം ഒരു 1 ഇയറിന് ജസ്റ്റ് 4000 rupees മാത്രമാണ്. ഇനി എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരല്ലേ, നീറ്റിനും കീമിനും വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ മക്കൾക്ക് ഉള്ളതാണ് നമ്മളുടെ വേദ ബാച്ച് എന്ന് പറയുന്നത്. 6000 rupees ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, നമ്മുടെ നീറ്റ് ആൻഡ് കീം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. സെയിം നമ്മുടെ ഉയരെ ബാച്ചിലുള്ള പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. മന്ത്ലി ടെസ്റ്റുകൾ അല്ലെ, ഓരോ ചാപ്റ്റേഴ്സിന്റെ നീറ്റിന്റെ അതുപോലെ തന്നെ കീമിന്റെ ക്ലാസ്സസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അപ്പം അല്ലെ നല്ലൊരു കരിയറിലേക്ക് +2 നിങ്ങൾക്ക് അറിയാം നമ്മുടെ സ്കൂൾ ലൈഫിന്റെ ഏറ്റവും അവസാനത്തെ വർഷമാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് അല്ലെ ഏത് ദിശയിലേക്ക് മാറണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന ഒരു ഇയർ ആണ് +2 എന്ന് പറയുന്നത്. ഒരിക്കലും അല്ലെ എത്രയൊക്കെ മാർക്കുകൾ നമ്മുടെ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ അല്ലെ വാ തുറന്നിങ്ങനെ പറയുമെന്നുണ്ടെങ്കിലും അതിന് എന്തുണ്ട്, നമ്മളുടെ ലൈഫിൽ ഒരു റോൾ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പരമാർത്ഥമാണ് അല്ലെ, ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. +2ന്റെ മാർക്സ് നമ്മുടെ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ലൈഫിന് അടിപൊളി ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം നല്ല പോലെ തന്നെ ട്രൈ ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, സ്മാർട്ടായിട്ട് പ്ലേ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, വന്ന് ജോയിൻ ചെയ്യുക. ഇത്ര മാത്രമാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വർഷം നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഇയർ ആവട്ടെ, വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താൻ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് മിസ് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വർഷം എക്സാമിനറിന്റെ കൂടെ നമുക്ക് അടിച്ചു പൊളിച്ച് കളിക്കാം മക്കളെ. അപ്പോൾ നമുക്ക് കാണാം +2 ഉയരെ ബാച്ചിലൂടെ. താങ്ക് യു.